ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ പറ്റി, ഓപ്പാമ്പിനെ പറ്റിയാണ്. ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഓർ ഓപ്പാമ്പ് ഈസ് ഫണ്ടമെൻ്റലി എന്താണ്, ഈസ് എ വോൾട്ടേജ് ആംപ്ലിഫയിങ് ഡിവൈസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എക്സ്റ്റേണൽ ഫീഡ്ബാക്ക് കമ്പണൻസ് സച്ച് ആസ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ബിറ്റ്വീൻ ഇറ്റ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ് ഇൻ ഓർഡർ ടു പെർഫോം ദി നെസസറി ഓപ്പറേഷൻ. അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ നമ്മൾ എന്താ പറഞ്ഞ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ആംപ്ലിഫയിങ് ഡിവൈസ്. നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽസിൻ്റെ വോൾട്ടേജ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്, വോൾട്ടേജ് ആംപ്ലിഫയിങ് ഡിവൈസ് ആണെന്ന് എന്ത് ഓപ്പാമ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി എന്താണ്, ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അതിന് 3 ടെർമിനൽസ് ആണ്, ഇൻപുട്ട് ടെർമിനലും ഔട്ട്പുട്ട് ടെർമിനലും. ഇൻപുട്ട് ടെർമിനൽ തന്നെ 2 ഇൻപുട്ട് ടെർമിനലാണ്, അതായത് ഒരു ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലും. അല്ലേ, അപ്പോൾ ഈ ടെർമിനൽസിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കൊടുക്കുന്ന സിഗ്നലിന് ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ചാണ് ഇതിനെ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും പറയുന്നത്. അല്ലെ, ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ കൊടുക്കുന്ന സിഗ്നൽ നമ്മൾ ഔട്ട്പുട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ കൊടുത്ത സിഗ്നൽ ഇൻവേർട്ട് ചെയ്തായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആണെങ്കിൽ അതേപോലെ കൊടുത്ത പോലെ ഔട്ട്പുട്ടിൽ കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ പേര്. അതിനനുസരിച്ച് ഇതിന് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, അങ്ങനെ പല ഡിവൈസസ് ഉണ്ട് ഇതിൽ തന്നെ. നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഓപ്പാമ്പിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഡയഗ്രാം പറയുവാണെങ്കിൽ എന്താണ്, അതിന് 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ പറഞ്ഞു. അത് നമ്മൾ എവിടെ വരുന്നത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേജ് ആണ്. നെക്സ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ടാവും, തേർഡ് ഒരു ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ലാസ്റ്റ് ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അത് നമ്മൾ ഇൻപുട്ട് സ്റ്റേജിലോട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടും ഇൻവേർട്ടിംഗ് ഇൻപുട്ടും വരുന്നത്. ദ ഇൻപുട്ട് സ്റ്റേജ് ഈസ് എ ഡ്യുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. The 2 inputs that are the inverting and non-inverting inputs are provided to the input stage. ഈ ഇൻപുട്ട് സ്റ്റേജ് എന്ത് ചെയ്യും, this stage provides most of the voltage gain of the op-amp. അപ്പോൾ op-ampന്റെ മാക്സിമം വോൾട്ടേജ് ഗെയിൻ നടക്കുന്ന ഇൻപുട്ട് സ്റ്റേജ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ വോൾട്ടേജ് ഗെയിൻ നടത്തിയത്, അതായത് മാക്സിമം ബൂസ്റ്റിംഗ് നടത്തിയത് നമുക്ക് എങ്ങോട്ട് പോകും, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് പോകും. ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് യൂഷ്വലി അനദർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ദി ഔട്ട്പുട്ട് ഓഫ് ദി ഇൻപുട്ട് സ്റ്റേജ്. This stage എന്ത് ചെയ്യും, this stage is a dual input unbalanced output differential amplifier in order to increase the gain. അപ്പം ഇതും ഒരു ഡ്യുവൽ ഇൻപുട്ട് ആണ്, പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും. അല്ല, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു ഒറ്റ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് വരുന്നു. അതെങ്ങോട്ട് പോകുന്നു, നെക്സ്റ്റ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ആ പേരിൽ തന്നെ ഉണ്ട് ലെവൽ ഷിഫ്റ്റിംഗ്. അപ്പോൾ എന്തോ ചേഞ്ച്, അതിൻ്റെ പൊസിഷൻ മാറ്റുവാണ്, ലെവലിംഗ് അല്ലെങ്കിൽ ലെവൽ ഷിഫ്റ്റ് ചെയ്യുവാണ്. അല്ല, അതിൻ്റെ പവർ ലെവലായിരിക്കാം, വോൾട്ടേജ് ലെവലായിരിക്കാം. അല്ലേ, ഡ്യൂ ടു ദി ഡയറക്റ്റ് കപ്ലിംഗ് ബിറ്റ്വീൻ 2 സ്റ്റേജസ് എന്ത് സംഭവിക്കും, നമ്മൾ ഇൻപുട്ട് സ്റ്റേജും നമ്മുടെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജും തമ്മിൽ ഡയറക്റ്റ് കപ്ലിംഗ് ആയിരുന്നു. അല്ലേ, അത് കാരണമായിട്ട് എന്താണ് പറയുന്നത്, ഡ്യൂ ടു ദി ഡയറക്റ്റ് കപ്ലിംഗ് ബിറ്റ്വീൻ ദി 2 സ്റ്റേജസ് ദ ഇൻപുട്ട് ലെവൽ ഓഫ് ഷിഫ്റ്റിംഗ് സ്റ്റേജ്, the input level of the shifting stage is an amplified signal with some non-zero DC level. നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് ഉപയോഗിച്ച കാരണമായിട്ട് അവിടെ ഒരു DC വോൾട്ടേജ് കയറി പറ്റാൻ സാധ്യത, അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റേജിൽ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഇതിനെ റിമൂവ് ചെയ്താൽ ഈ DC വോൾട്ടേജിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനെന്താ, അപ്പോൾ ആ DC വോൾട്ടേജ് റിമൂവ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ ലെവൽ, അതിൻ്റെ ലെവൽ ഷിഫ്റ്റ് ചെയ്ത് ലെവൽ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇൻക്രീസ് ഇൻ DC levels tends to shift the operating point of the succeeding stages which may distort the output signal. In order to overcome this, എന്താണ്, a level shifter is necessary and this process is done in the level shifting stage. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്, ഒരു ഔട്ട്പുട്ട് സ്റ്റേജ്. അപ്പം 4 സ്റ്റേജസ് ഉണ്ട്, ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്താണ്, ഇറ്റ് ഈസ് normally a complementary output stage. It increases the magnitude of the voltage and raises the current supplying capability of the op-amp. It also provides low output resistance. അപ്പം ഓപ്പാമ്പിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കുവാണെങ്കിൽ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണെന്ന് പറഞ്ഞു. 2 ഇൻപുട്ട് ടെർമിനലുണ്ട്, ഒരു ഔട്ട്പുട്ട് ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞു. 2 ഇൻപുട്ട് ടെർമിനൽ എന്ന് വെച്ചാൽ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ എന്ന് പറഞ്ഞു, ഔട്ട്പുട്ട് ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ 4 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സ്റ്റേജ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട്. ഇൻപുട്ട് സ്റ്റേജ് എന്ന് വെച്ചാൽ ഡ്യുവൽ ഇൻപുട്ടും ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും. അതേപോലെ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഡ്യുവൽ ഇൻപുട്ട് ആയിരിക്കും, പക്ഷേ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിരിക്കും. നെക്സ്റ്റ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന DC വോൾട്ടേജ് ലെവലിനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് റെഫറൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, അല്ലേ. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് യൂഷ്വലി എന്താ പറയുക, ഒരു എമിറ്റർ ഫോളോവർ യൂസിങ് എ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആയിരിക്കും. അപ്പോൾ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പുഷ് പുൾ ആംപ്ലിഫയർ വെച്ചായിരിക്കും ഔട്ട്പുട്ട് സ്റ്റേജ് വരുന്നത്. എന്താ അവിടെ എന്തോ ചെയ്യുന്നത്, വോൾട്ടേജിനെ റേസ് ചെയ്യും, കറന്റ് സപ്ലൈങ് കാപ്പബിലിറ്റി ഓഫ് ദി ഓപ്പാമ്പിനെ റേസ് ചെയ്യുമെന്ന് പറഞ്ഞു, അല്ലേ.
നെക്സ്റ്റ് ഐഡിയൽ ഓപ്പാം ക്യാരക്ടേഴ്സ് യൂഷ്വലി ചോദിക്കാറുണ്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ആർ ദ ഐഡിയൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ ഓപ്പാം അല്ലെങ്കിൽ കമ്പയർ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ ഓപ്പാം ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻഫൈനൈറ്റ് ലൂപ്പ് ഗെയിൻ. അപ്പം ഇതിൻ്റെ ഗെയിൻ എന്തായിരിക്കും? ഓപ്പാമിൻ്റെ ഇൻഫൈനൈറ്റ് ഗെയിൻ ആയിരിക്കും. ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപിഡൻസോ റെസിസ്റ്റൻസോ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, 0 ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച്, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത്, 0 നോയ്സ്, ഇൻഫൈനൈറ്റ് CMRR. CMRR എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അത് പഠിക്കും നമ്മൾ. നെക്സ്റ്റ് ഇൻഫൈനൈറ്റ് പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ, PSRR. അപ്പം ഇതൊക്കെയാണ് ഒരു ഐഡിയൽ ഓപ്പാമിൻ്റെ ക്യാരക്ടേഴ്സ്. അതായത് ഇൻഫൈനൈറ്റ് ഗെയിൻ ആയിരിക്കും, ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും, 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും, 0 ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച്, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത്, 0 നോയ്സ്, ഇൻഫൈനൈറ്റ് CMRR, ഇൻഫൈനൈറ്റ് PSRR. ഇതൊക്കെ ഐഡിയലിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തോ പ്രാക്ടിക്കൽ ഓപ്പാം എന്തായിരിക്കും? അതിൻ്റെ അതൊന്നും എല്ലാം വ്യത്യാസമായിരിക്കും. ഈ ഇൻഫൈനൈറ്റും 0 ഒന്നും പ്രാക്ടിക്കൽ കേസിൽ വരാൻ സാധ്യതയില്ല അല്ലേ? പ്രാക്ടിക്കൽ കേസ് എന്താ? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലിമിറ്റഡ് ബൈ ദി സപ്ലൈ വോൾട്ടേജസ്. ഫൈനൈറ്റ് ഗെയിൻ ആയിരിക്കും. മറ്റേടത്ത് ഇൻഫൈനൈറ്റ് ഗെയിൻ ആണെങ്കിൽ ഇവിടെ ഫൈനൈറ്റ് ഗെയിൻ ആയിരിക്കും. ലിമിറ്റഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. മറ്റേടത്ത് എങ്ങനെയാണ്? വൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരുന്നു അല്ലേ? ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലിമിറ്റഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. മറ്റേടത്തോ ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഫൈനൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. മറ്റേടത്ത് എന്തായിരുന്നു? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0. ഐഡിയൽ ആണെങ്കിൽ 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് അങ്ങനെ 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കിട്ടാൻ ഒരു മാർഗ്ഗമില്ല അല്ലേ? ഫൈനൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ ഫൈനൈറ്റ് സ്ലൂ റേറ്റ്, ഫൈനൈറ്റ് CMRR ഒക്കെയാണ് പ്രാക്ടിക്കൽ ഓപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഗീവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഓപ്പാം അല്ലെങ്കിൽ കമ്പയർ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ ഓപ്പാം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം അല്ലേ? അപ്പോൾ നോക്കിയേ കമ്പാരിസൺ നോക്കിയേ. ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഐഡിയലിൻ്റെ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ലൂപ്പ് ഗെയിൻ ആയിരിക്കും. പ്രാക്ടിക്കലിൻ്റെ ആണെങ്കിൽ യൂഷ്വലി ഒരു ഫൈനൈറ്റ് വാല്യൂ ഇൻ ടേംസ് ഓഫ് 10⁵ റേഞ്ചിൽ വരുന്ന ഒരു പ്രാക്ടിക്കൽ ഗെയിൻ ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് പറയുന്നത് വെച്ചാൽ ഐഡിയൽ ഓപ്പാം ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. പ്രാക്ടിക്കൽ കേസ് നമുക്ക് 10 to 100 ഹേർട്സിൻ്റെ റേഞ്ചിലുള്ള ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും കിട്ടുന്നത്. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇംപിഡൻസ് ആയിരിക്കും. പ്രാക്ടിക്കൽ അത് ഒബ്വിയസ്ലി കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഒരു വലിയ വാല്യൂ ഗ്രെയ്റ്റർ 1 മെഗാ ഓം ആയിരിക്കും. പിന്നെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ കേസിലാണെങ്കിൽ 0 ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഒരിക്കലും 0 ഔട്ട്പുട്ട് ഇംപിഡൻസ് നമുക്ക് പ്രാക്ടിക്കലി കിട്ടത്തില്ല. അപ്പോൾ ഇൻ റേഞ്ച് ഓഫ് 10 to 100 ഓംസ് ആയിരിക്കും. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി VD ഡിഫറൻസ് വോൾട്ടേജ് ആയിരിക്കും. ഐഡിയൽ കേസ് ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് അതിൻ്റെ അകത്ത് വ്യത്യാസം വരും. ഡിപ്പെൻഡ്സ് സ്ലൈറ്റ്ലി ഓൺ ദി ആവറേജ് ഇൻപുട്ട്, ദറ്റ് ഈസ് VI അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് പ്ലസ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്ന ഐഡിയൽ കേസ് ആണ് ഇൻഫൈനൈറ്റ് CMRR ആണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസ് ഒരു ഫൈനൈറ്റ് CMRR 10 to 100 dB റേഞ്ചിലുള്ള CMRR ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ഓപ്പാമ്പിൻ്റെ IC741 LM741 എന്ന് പറഞ്ഞ ഓപ്പാമ്പ് ICയുടെ പിൻ ഡയഗ്രമാണ്. പിൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ പിൻ ഡയഗ്രം കോൺഫിഗറേഷൻ 8 പിന്നാണുള്ളത്. അതിൽ നമ്മൾ യൂഷ്വലി 4 പിൻ നമ്മൾ യൂസ് ചെയ്യാം. 2, 3, 5 പിൻ, 2, 3, 4, 6, 7 ഈ 5 പിൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. 2 എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും 3 എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും 4ഉം 7ഉമാണ് നമ്മൾ VCC സപ്ലൈ കൊടുക്കുന്നത്. ICക്കുള്ള സപ്ലൈ 4 എന്ന് വെച്ചാൽ -VCC, 7 എന്ന് വെച്ചാൽ +VCC ആയിരിക്കും. 6 എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ടെർമിനൽ അല്ലേ? അപ്പം 2, 3, 4, 6, 7 ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. 1 എന്ന് പറയുന്ന ഓഫ്സെറ്റ് നാളിലും 8 നോൺ കണക്ഷനുമാണ്. 5 എന്ന് പറയുന്ന ഓഫ്സെറ്റ് നാളിലൊക്കെയാണ്. അപ്പം ഒരു LM741 ICയുടെ പിൻ ഡയഗ്രമാണ്. 8 പിൻസ് ഉണ്ടാകും. അതിൽ 5 പിൻസ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. 2, 3, 4, 6, 7 2ഉം 3ഉം ഇൻപുട്ട് ടെർമിനൽസ് ആണ്. 4ഉം 7ഉം എന്താണ് നമ്മുടെ ICക്കുള്ള സപ്ലൈ വോൾട്ടേജ് +VCC -VCC ആണ്. 6 എന്ന് പറയുന്ന ഔട്ട്പുട്ടുമാണ്. ഓക്കെ, ഇതൊരു ഓപ്പാമ്പിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ മൈനസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനെ പ്ലസ് എന്ന് കാണിക്കും. പിന്നെ 4ഉം 7ഉം അതായത് +VCC -VCC കാണിക്കുന്നു. അതായത് +VS -VS. 6 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. നമുക്ക് നമ്മുടെ ഓപ്പാംസിന് നമുക്ക് 2 രീതിയിൽ കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഓപ്പൺ ലൂപ്പായിട്ടും ക്ലോസ് ലൂപ്പായിട്ടും കണക്ട് ചെയ്യാം. അപ്പം ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ, ഓപ്പൺ ലൂപ്പ് രീതിയിലാണെങ്കിൽ നമുക്ക് ഓപ്പാംസിന് 3 ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ 3 ആംപ്ലിഫിക്കേഷൻ ടൈപ്സിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ടും ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടും നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷനിൽ നമുക്ക് ഓപ്പാംസിനെ നമുക്ക് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിലും വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിലും. ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ നമുക്കറിയാം, അവിടെ ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ അവിടെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് വരുന്നുണ്ട് അല്ലേ?
അപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് വരുന്നതനുസരിച്ച് നമുക്ക് സീരീസ് ഫീഡ്ബാക്ക് ആയിട്ടും കണക്ട് ചെയ്യാം, ഷണ്ട് ഫീഡ്ബാക്ക് ആയിട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഓപ്പാമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഓപ്പാമ്പിന് എന്താണ് പറയുന്നത്, വെൻ ടു സിഗ്നൽസ് അല്ലെങ്കിൽ ടു സിഗ്നൽസ് ആർ അപ്ലൈഡ് അറ്റ് ദി ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ദെൻ എന്ത് ചെയ്യും, ദ ഐഡിയൽ ഓപ്പാമ്പ് വിൽ ആംപ്ലിഫൈ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടു സിഗ്നൽസ്. അല്ലേ, നമ്മൾ ഇൻപുട്ട് സിഗ്നലിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന രണ്ട് സിഗ്നൽ, ഇൻവേർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഓപ്പാമ്പ് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും കൊടുത്ത സിഗ്നലിൻ്റെ ഡിഫറൻസിന് ഇത് ആംപ്ലിഫൈ ചെയ്യും. ഈ ആംപ്ലിഫൈ ചെയ്ത സാധനം നമുക്ക് എവിടെ കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും. ഔട്ട്പുട്ടിന് ഇക്വേഷൻ എന്താ പറഞ്ഞാൽ, V0 എന്താണ്, ഗെയിൻ ഇൻറ്റു നോൺ ഇൻവേർട്ടിംഗ് മൈനസ് വി ഇൻവേർട്ടിംഗ്. അല്ലേ, V0 A ഇൻറ്റു V1 മൈനസ് V2 എന്ന് പറയും. അല്ലേ, V1 എന്ന് പറയുന്ന നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ഇൻപുട്ടും V2 എന്ന് പറയുന്ന ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ഇൻപുട്ടും. അപ്പം അതിൻ്റെ ഡിഫറൻസിനെയാണ് ഗെയിൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. A എന്ന് പറയുന്ന ഗെയിൻ ആണ്. V0 A ഇൻറ്റു V1 മൈനസ് V2 ആണ്. അല്ലേ, ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി അബോവ് ഇക്വേഷൻ ദാറ്റ് ദി ഔട്ട്പുട്ട് വിൽ ബി നോൺ സീറോ ആൻഡ് ഓൺലി ഇഫ് ദി ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് നോൺ സീറോ ആൻഡ് സീറോ ഇഫ് ബോത്ത് ആർ ഈക്വൽ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ലേ, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ നമ്മൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. രണ്ടും ഒരേ വോൾട്ടേജ് ആണ് ഇൻപുട്ടിൽ കൊടുത്തെങ്കിൽ നമുക്ക് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് സീറോ ആണെങ്കിൽ 0 ഇൻറ്റു ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടത്തുള്ളൂ. അല്ലേ, ഓക്കെ. അപ്പം ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ ആണെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞു അവിടെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നു. ഇൻ ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ എന്താണ്, എ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഈസ് ഇൻട്രൊഡ്യൂസ്, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ട് ആൻഡ് hence at the input where the feedback is given, the two signals will be simultaneously present. If the original applied signal and feedback signal are in phase with each other, then it is called എന്താണ്, positive feedback or regenerative feedback. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, അപ്ലൈഡ് സിഗ്നലും ഫീഡ്ബാക്ക് ചെയ്ത സിഗ്നലും ഓപ്പോസിറ്റ് ഫേസ് ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓർ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഓക്കെ, ഇത് ഒരു LM741 ICയുടെ പിൻ ഡയഗ്രം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ അതിൻ്റെ അകത്ത് 5 ടെർമിനൽസ് യൂസ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. 2, 3, 4, 6, 7 എന്ന് പറഞ്ഞ 5 ടെർമിനൽസ് യൂസ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. 5 ടെർമിനൽസ് എന്തൊക്കെയാണ്, ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, പിന്നെ ഔട്ട്പുട്ട് ഉണ്ട്, പ്ലസ് VCC മൈനസ് VCC ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. V0 A ഇൻറ്റു V1 മൈനസ് V2 ആയിരിക്കും. അല്ലേ, ഡിഫറൻസ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽ ഡിഫറൻസിനെ ഗെയിൻ ടൈംസ് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ബയസ് കറണ്ട്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ ഓപ്പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ടേംസ്. ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി ആവറേജ് ഓഫ് കറണ്ട് ദാറ്റ് ഫ്ലോസ് ഇൻ ടു ദി ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓഫ് ദി ഓപ്പാമ്പ്. അതായത് ഇൻപുട്ട് ബയസ് കറണ്ട് IB എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ആവറേജ് വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ബയസ് കറണ്ട് IB എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസ്, ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ് ടു ദി വേരിയിങ് വോൾട്ടേജസ്. ദ ക്വാണ്ടിറ്റി ഈസ് യൂഷ്വലി എക്സ്പ്രസ് ഇൻ ഓംസ്. ഇംപെഡൻസ് നമുക്കറിയാം ഓംസിൽ തന്നെയാണ്. നെക്സ്റ്റ് ഗെയിൻ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ഇറ്റ് ഈസ് ദി ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ഓപ്പാമ്പ്. അല്ലെ, ആംപ്ലിഫയറിൻ്റെ ഗെയിനെയാണ് നമ്മൾ ഗെയിൻ പറയുന്നു. A എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇറ്റ് ഈസ് ദി വോൾട്ടേജ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ബിറ്റ്വീൻ ദി ടു ടെർമിനൽസ് ഓഫ് ആൻ ഓപ്പാമ്പ് ടു നൾ ദി ഔട്ട്പുട്ട്. നമ്മൾ രണ്ട് ടെർമിനൽസ് കൊടുക്കുന്ന വോൾട്ടേജ്, അല്ലേ, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ദി വോൾട്ടേജ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ബിറ്റ്വീൻ ദി ടു ടെർമിനൽസ് ഓഫ് ദി ഓപ്പാമ്പ്. എന്തിനു വേണ്ടി, ഔട്ട്പുട്ടിൽ 0 വോൾട്ടേജ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയും. അതേപോലെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദി ആൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി കറണ്ട് ഇൻ ടു ദി ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫറൻസിന് നമ്മൾ എന്ത് പറയും, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് CMRR. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കും. CMRR, വാട്ട് ഈസ് ഡിഫൈൻ CMRR എന്ന് ചോദിക്കും. എന്താണ് CMRR എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. CMRR ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് എബിലിറ്റി ഓഫ് ദി ഡിവൈസ് ടു റിജക്ട് ദി കോമൺ മോഡ് സിഗ്നൽ. ദാറ്റ് ഈസ്, അത് നമ്മുടെ ഓപ്പാമ്പിൻ്റെ ഒരു എന്താണ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം. ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ദി ഡിവൈസ്. എന്തിനു വേണ്ടിയുള്ള ഡിവൈസിൻ്റെ ഒരു എബിലിറ്റി എന്തിനുള്ളത്, ടു റിജക്ട് കോമൺ മോഡ് സിഗ്നൽസ്. കോമൺ മോഡ് സിഗ്നൽസിനെ റിജക്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR. അപ്പോൾ എന്താണ് ഈ കോമൺ മോഡ് സിഗ്നൽസ്? കോമൺ മോഡ് സിഗ്നൽസ് എന്ന് വെച്ചാൽ ദോസ് ആർ സിഗ്നൽസ് ദാറ്റ് അപ്പിയർ സൈമൾട്ടേനിയസ്ലി ഇൻ
ബോത്ത് ഇൻപുട്ട്സ്. അപ്പോൾ രണ്ട് ഇൻപുട്ട്സിലും ഒരേപോലെ വരുന്ന സിഗ്നൽസ്, അപ്പോൾ നമുക്ക് നോയിസ് ആവാൻ ഡിസ്റ്റർബൻസ് ഒക്കെ അല്ലേ. അപ്പോൾ അതിനെയൊക്കെ റിജക്റ്റ് ചെയ്ത് കളയാനുള്ള ആ ഡിവൈസിൻ്റെ എബിലിറ്റിയാണ് നമ്മളെന്ന് പറയുന്നത് CMRR എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ. CMRR ഈസ് ഈക്വൽ ടു AD/AC. AD എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആൻഡ് AC ഈസ് ദി കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. അതേപോലെ തന്നെ slew rate is defined as the maximum rate at which output voltage can change, which is irrespective of how large the input voltage is. അപ്പോൾ slew rate is defined as the maximum rate at which output voltage, the rate of change of output voltage ആണ് നമ്മൾ slew rate എന്ന്. It is the rate, maximum rate. It is the maximum rate at which the output voltage can change irrespective of the how large the input voltage. Input voltage എത്ര കൂടിയാലോ കുറഞ്ഞാലോ അതുമായിട്ട് ബന്ധമില്ല. ഔട്ട്പുട്ടിൽ എത്ര മാക്സിമം അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് നമ്മളാണ് പറയുന്നത് സ്ലൂ റേറ്റ് അല്ലെ, സ്ലൂ റേറ്റ് SR എന്ന് പറയും അല്ലെ. SR ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഔട്ട്പുട്ട്, ദറ്റ് ഈസ് d/dt ഓഫ് V ഔട്ട് ആണ് അല്ലെ. d/dt ഓഫ് V ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ സ്ലൂ റേറ്റ് എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് d/dt ഓഫ് V ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, VP out into sin omega t. നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഇൻറ്റു sin omega t ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ സ്ലൂ റേറ്റിൻ്റെ ഇക്വേഷൻ സ്ലൂ റേറ്റ് ഈസ് ഈക്വൽ ടു 2πf VP out വോൾട്ട്സ് പെർ സെക്കൻഡ്സ്. ഈ ഇക്വേഷനൊക്കെ പഠിച്ചിരുന്നാൽ മതി, വെറുതെ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട, ഡെറിവേഷൻ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് എന്താണ് സംഭവം, ഇതൊക്കെ 2 മാർക്കായിട്ട് ചോദിക്കത്തേ ഉള്ളൂ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കും. പിന്നെ ഇക്വേഷൻ അറിഞ്ഞ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് PSRR, പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ. എന്താണ് PSRR? PSRR is defined as the rate of change. It is the ratio of change in input offset voltage to corresponding change in power supply voltage with all remaining power supply voltages kept constant അല്ലേ. PSRR എന്ന് പറഞ്ഞാൽ it is the ratio of change in input offset voltage to change in supply voltage. PSRR is equal to change in input offset voltage divided by change in supply voltage, that is delta V in offset divided by delta V supply ആയിരിക്കും. Lower the value of PSRR in is an indication of better performance of the op-amp. PSRR അത്ര കുറഞ്ഞിരിക്കുന്നു, op-ampന്റെ പെർഫോമൻസ് അത്രത്തോളം ബെറ്റർ ആയിരിക്കും. ഇറ്റ് റേഞ്ചസ് ഫ്രം -10⁻⁵ to 7 × 10⁻⁵ വാല്യൂസ്. അതൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. PSRR ഈക്വൽ ടു ഡെൽറ്റ V ഓഫ്സെറ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ V സപ്ലൈ. അതേപോലെ തന്നെ സ്ലൂ റേറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് V ഔട്ട് ആണ്. CMRR ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ. ഓക്കെ, നെക്സ്റ്റ് തെർമൽ ഡ്രിഫ്റ്റ്. തെർമൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഡ്രിഫ്റ്റ് എന്തോ മാറിപ്പോകുന്ന സംഭവമാണ് അല്ലേ. ഓഫ്സെറ്റ് കറണ്ട് ആൻഡ് ഓഫ്സെറ്റ് വോൾട്ടേജസ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. അതിനെ ആ ചേഞ്ചിന് നമ്മൾ എന്ത് പറയുന്നത്, തെർമൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കാരണം വരുന്നതുകൊണ്ട് അതിനെ തെർമലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ. ബട്ട് ടെമ്പറേച്ചറിൽ വരുന്നത് ഈവൻ ഇഫ് ദ സർക്യൂട്ട് ഈസ് കെയർഫുള്ളി നൾഡ് അറ്റ് ആംബിയന്റ് ടെമ്പറേച്ചർ ഓഫ് 25 degrees Celsius, ആസ് ദ ടെമ്പറേച്ചർ റൈസസ് ദ സർക്യൂട്ട് മേ നോട്ട് റിമെയിൻ സോ അല്ലേ. ബട്ട് ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് നമ്മളെ ഓഫ്സെറ്റ് കറണ്ടിലും വോൾട്ടേജിലും വ്യത്യാസം വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെർമൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പാമ്പ് പറഞ്ഞു, അതിൻ്റെ കോൺഫിഗറേഷൻസ് പറഞ്ഞു. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ഉണ്ട്, ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ പറഞ്ഞു. ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, 4 ബ്ലോക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പിൻ ഡയഗ്രം പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ലൂ റേറ്റ്, CMRR, PSR ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ 3 രീതിയിൽ നമുക്ക് ഓപ്പാമ്പിനെ കോൺഫിഗർ ചെയ്യാമെന്ന് പറഞ്ഞു. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട്. അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ? ആ പേരിൽ തന്നെ ഉണ്ട്, ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ആംപ്ലിഫയർ ആണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആംപ്ലിഫയർ എന്തായിരിക്കും, ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഇൻപുട്ട് കാണും അല്ലേ. പടം നോക്കി, ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പടം. അതിന് നമുക്ക് ഇൻവേർട്ടിംഗ് ടെർമിനലും ഇൻപുട്ടുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഇൻപുട്ടുണ്ട് അല്ലേ. ദ സർക്യൂട്ട് ഓഫ് ആൻ ഓപ്പൺ ലൂപ്പ് op-amp ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇൻ ദിസ് സർക്യൂട്ട് ദ ഇൻപുട്സ് ആർ അപ്ലൈഡ് ടു ബോത്ത് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് അല്ലേ. അപ്പോൾ അവിടെ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഡിഫറൻസിനെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് V out is equal to A into V1 minus V2 അല്ലേ. A into നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ മൈനസ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലുള്ള സപ്ലൈ അല്ലേ. A into V1 minus V2. അപ്പോൾ നമ്മൾ കൊടുത്ത ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് പുറത്ത് തന്നു. അതിനതുകൊണ്ട് എന്ത് വിളിക്കുന്നു, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ തലതിരിച്ച് ഇൻവേർട്ട് ചെയ്ത് പുറത്ത് തരും. അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കണം, അതിന് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ മാത്രമേ ഇൻപുട്ട് വരാൻ പാടുള്ളൂ, അതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് വരാൻ പാടില്ല. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമായിട്ട് മാറി, അതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് മാറി അല്ലേ.
പടം നോക്കിയാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട്, അതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ പ്ലസ് എന്ന് പറഞ്ഞ ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നമ്മുടെ സിഗ്നൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് എടുത്ത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ മറ്റേ സൈഡിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ 0 ആണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ അത് കാരണമായിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുക്കുന്ന സിഗ്നൽ തന്നെയായിരിക്കും. അതിനെ ആംപ്ലിഫൈ ചെയ്ത് പുറത്ത് തരുന്നു, പക്ഷേ തലതിരിച്ച് തരുന്നു. അപ്പോൾ ഇൻവേർട്ടിംഗ് ആയിട്ട് മാറും. ദാറ്റ് ഇസ് വി ഔട്ട് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഡി ആണ്. എ ഇൻറ്റു വി 1 മൈനസ് വി 2 ദാറ്റ് ഈസ് ഈക്വൽ ടു വി 1 ഇവിടെ 0 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു വി ഇൻ. അപ്പോൾ കൊടുത്ത സാധനത്തിന് തലതിരിച്ച് ഔട്ട്പുട്ട് കിട്ടി. അല്ല, അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നെക്സ്റ്റ് അപ്പോൾ അതേപോലെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിലോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടിൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ ആയിട്ട് മാറി, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട്. കാരണം ഇൻവേർട്ടിംഗ് ടെർമിനൽ സപ്ലൈ ഇല്ല, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ മാത്രമേ സപ്ലൈ ഉള്ളൂ. ആ സാധനത്തിന് ആംപ്ലിഫൈ ചെയ്ത് പുറത്ത് വരുന്നു. വി ഔട്ട് ഈസ് ഈക്വൽ എ ഇൻറ്റു വി 1 മൈനസ് വി 2. വി 2 ഇവിടെ 0 ആണ്, ദാറ്റ് ഈസ് എ ഇൻറ്റു വി എന്ന് കിട്ടി അല്ലേ. അതാണ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഓക്കെ, അതപ്പം ഇതാണ് 3 ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ: ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ടെർമിനൽസ് ഇൻപുട്ട് വരുന്നു. ആ 2 ടെർമിനൽസ് ഇൻപുട്ട് വരുന്ന അതിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് പുറത്ത് വരുന്നു. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിലോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ അകത്തെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ഇൻപുട്ട് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയി. അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെ ഇൻവേർട്ടിംഗ് ടെർമിനലിനെ എടുത്ത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് മാറും. ഇതാണ് 3 ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ. ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് സർക്യൂട്ട് വരുവാണ് അല്ലേ. ക്ലോസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ഇപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് വരുന്ന രീതി നമുക്കാണെങ്കിൽ 2 ടൈപ്പ് ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ ഉണ്ട്: വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കും വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ഓർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ഓർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. പടം നോക്കിയേ, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പം നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ സപ്ലൈ എവിടെ കൊടുക്കുന്നത്, അതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, അതിന് പ്ലസ് ടെർമിനലായിരിക്കും നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് അല്ലേ. പിന്നെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടാകും. ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു പോർഷൻ എടുത്ത് നമ്മൾ ഇൻപുട്ടിലോട്ട് കൊടുക്കും. അപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് എവിടെ വന്ന് കയറുന്നു, അതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലും വന്ന് കയറുന്നു. ദ ഫിഗർ ഷോസ് ദി ഡയഗ്രാം ഓഫ് എ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആൻഡ് ദി ഓപ്പ് ആംപ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ schematic symbol as shown in figure. It includes എന്താണ് large signal voltage gain A and the circuit consists of 2 resistors R1 and RF. RF എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? It is known as a non-inverting amplifier with feedback or closed loop non-inverting amplifier because it uses feedback and the input signal is applied engota koduthenga to the input signal is applied to the non-inverting terminal of the op amp and the feedback signal is applied to the inverting terminal of the op amp. Alle, the op amp always amplify the difference between the input voltage. അല്ല, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, വി ഡി ആണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. വി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് വെച്ചാൽ ഇൻവേർട്ടിംഗ് ടെർമിനലിനെയും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനെയും വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. ഇവിടെ ദ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് ക്ലോസ് ലൂപ്പ് ക്യാൻ ബി ഗിവൻ ബൈ എ എഫ്, അതായത് ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ എ എഫ് എന്ന് പറയുന്നത്. എഫ് ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറഞ്ഞത്. വി ഔട്ട് ബൈ വി ഇൻ, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. When the feedback network is disconnected, the loop is opened and the gain without feedback is referred to as open loop gain. അത് നമുക്കറിയാവുന്ന കാര്യം. ഫീഡ്ബാക്ക് ഇല്ലാത്തതാണെങ്കിൽ വി ഔട്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഡി ആണ്, ഡിഫറൻസ് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ഓർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗെയിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഗെയിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമുക്ക് നോക്കിയേ, നമ്മൾ എവിടെ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൽ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. അപ്പോൾ നമുക്ക് വി 1 ഈസ് ഈക്വൽ നമുക്ക് എന്താ പറയാം, വി വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വി 1 ഈസ് ഈക്വൽ ടു വി ഇൻ എന്ന് പറഞ്ഞു. വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വരുന്ന ഏത് വോൾട്ടേജാണ്, നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്ന ഫീഡ്ബാക്ക് ചെയ്തെടുക്കുന്ന വോൾട്ടേജാണ് വി 2ൽ വരുന്നത്. വി 2 ഈസ് ഈക്വൽ ടു വി എഫ്, ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണ്. ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് റെസിസ്റ്റൻസ് അക്രോസ് R1 അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. അപ്പം വോൾട്ടേജ് ഡിവിഷൻ റൂൾ നോക്കുവാണെങ്കിൽ R1 അക്രോസ് വരുന്ന വോൾട്ടേജ് R1 ബൈ R1 പ്ലസ് RF ഇൻറ്റു വി ഔട്ട് ആണ്. അപ്പോൾ വി എഫ് കിട്ടി നമുക്ക്. വി ഔട്ട് ഈസ് ഈക്വൽ എ ഇൻറ്റു വി 1 മൈനസ് വി 2 ആണല്ലേ. അപ്പോൾ വി 1 ഉം വി 2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും, വോൾട്ടേജ് ഗെയിൻ എ എഫ് ഈസ് ഈക്വൽ ടു എന്തോ കിട്ടും, വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു R1 പ്ലസ് RF ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF പ്ലസ് എ R1 എന്ന് കിട്ടി. ജനറലി എ ഈസ് വെരി ലാർജ്, ടിപ്പിക്കലി ഇൻ ദ റേഞ്ച് ഓഫ് എന്താണ് 10⁵ അല്ല. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്, ഇൻ ദ റേഞ്ച് ഓഫ് 10⁵ വരുന്നത്. അപ്പോൾ എ R1 എന്ന് പറഞ്ഞാൽ R1 പ്ലസ് RF വെച്ച് നോക്കുമ്പോൾ എന്താണ്, എ R1 വളരെ കൂടുതലാണ്.
അപ്പോൾ R1 പ്ലസ് RF നമുക്ക് നെഗ്ലക്ട് ചെയ്താൽ ചെറിയ വാല്യൂ ആണ്, നമുക്ക് നെഗ്ലക്ട് ചെയ്താൽ അല്ലേ. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് നമുക്ക് എന്തുമായിരിക്കും കിട്ടുന്നത്? AF ഈസ് ഈക്വൽ ടു A ഇൻറ്റു R1 പ്ലസ് RF ഡിവൈഡഡ് ബൈ ഈ R1 പ്ലസ് RF നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ AR1 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് A ഇൻറ്റു R1 പ്ലസ് RF ഡിവൈഡഡ് ബൈ AR1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് RF ബൈ R1 എന്ന് കിട്ടും. ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ഏത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ക്ലോസ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ദാറ്റ് ഈസ് AF ഈസ് ഈക്വൽ 1 പ്ലസ് RF ബൈ R1. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഇറ്റ് ക്യാൻ ബി ഓൾസോ റെപ്രസെൻറ്റഡ് ആസ് നമുക്ക് B എന്ന് പറയുന്ന ഫീഡ്ബാക്ക് ഗെയിൻ ആണ്. B ഈസ് ഈക്വൽ ടു ഫീഡ്ബാക്ക് ഗെയിൻ B ഈസ് ഈക്വൽ ടു VF ബൈ V ഔട്ട് ആണ് അല്ലേ. നമുക്കറിയാം VF ഈസ് ഈക്വൽ ടു എന്താണ്? R1 ബൈ R1 പ്ലസ് RF ഇൻറ്റു V ഔട്ട് ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ B ഈസ് ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് RF ഇൻറ്റു V ഔട്ട് ബൈ V ഔട്ട് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് RF എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാം R1 ബൈ R1 പ്ലസ് RF അല്ലേ. ആ ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ കൊണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. AF ഈസ് ഈക്വൽ ടു 1 പ്ലസ് RF ബൈ R1 ദാറ്റ് ഈസ് R1 പ്ലസ് RF ബൈ R1 ഈസ് ഈക്വൽ ടു AF എന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? AF ഈസ് ഈക്വൽ ടു 1 ബൈ B എന്ന് കിട്ടും അല്ലേ. ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ ഗെയിൻ ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഗെയിൻ എന്ന് പറയുന്നാൽ 1 ബൈ ഫീഡ്ബാക്ക് ഗെയിൻ ആയിരിക്കും അല്ലേ. The above equations show that gain of feedback circuit is a reciprocal of closed loop voltage gain ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഓപ്പൺ ലൂപ്പ് ഗെയിൻ്റെ ടേംസ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്താലോ? നമുക്ക് V out is equal to A into VD എന്ന് അറിയാം. ദാറ്റ് ഈസ് V out is equal to A into V1 മൈനസ് V2 ആണ്. ദാറ്റ് ഈസ് A into V in മൈനസ് VF ആണ്. VFൻ്റെ വാല്യൂ നമുക്കറിയാം. VF is equal to B into V out ആണ്. V out is equal to A V in മൈനസ് A B V out എന്ന് കിട്ടും അല്ലേ. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസ് ലൂപ്പ് ഗെയിൻ വീണ്ടും നമുക്ക് എഴുതാം. AF is equal to A by 1 plus AB എന്ന് കിട്ടും അല്ലേ. ഇൻ ടേംസ് ഓഫ് ക്ലോസ് ലൂപ്പ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ AF is equal നമുക്ക് എന്താ? A by 1 plus AB. അപ്പോൾ നമുക്ക് ക്ലോസ് ലൂപ്പ് ഗെയിൻ്റെ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. AF is equal to 1 plus RF by R1 അല്ലെങ്കിൽ AF is equal to 1 by B അല്ലെങ്കിൽ AF is equal to A by 1 plus AB. ഈ 3 ഇക്വേഷൻസും പഠിച്ചു വെച്ചേക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് ഏതാണ്? വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ഓർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ AF is equal to 1 plus RF by R1 അല്ലെങ്കിൽ AF is equal to ഐഡിയൽ ആണെങ്കിൽ 1 by B അല്ലെങ്കിൽ AF is equal to A by 1 plus AB. ഈ 3 ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കും. നെക്സ്റ്റ് അതേപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൻ്റെ നമുക്ക് റെസിസ്റ്റൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് സർക്യൂട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്? അത് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചേക്കുക. R ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് R in F is equal to R in ദാറ്റ് ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഇൻറ്റു 1 പ്ലസ് AB. R in ഇൻറ്റു 1 പ്ലസ് AB. R in F is equal to R in ഇൻറ്റു 1 പ്ലസ് AB. അതേപോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R out F is equal to എങ്ങനെ കണ്ടുപിടിക്കാം? R out എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? V out by I out ആണ് അല്ലേ. R out വിത്ത് ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ R out F ഈസ് ഈക്വൽ നമുക്ക് എന്ത് ചെയ്യും? R out F ഈസ് ഈക്വൽ ടു R out by 1 പ്ലസ് AB. ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചേക്കുക. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R in F ഈസ് ഈക്വൽ R in into 1 പ്ലസ് AB എന്ന് കിട്ടി. R out F ഈസ് ഈക്വൽ ടു R out by 1 പ്ലസ് AB. നെക്സ്റ്റ് ബാൻഡ് വിഡ്ത്ത് വിത്ത് ഫീഡ്ബാക്ക്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ട് കൂടിയുള്ള അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ FF ഈസ് ഈക്വൽ ടു AF0 ബൈ AF എന്നാണ് അല്ലേ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FF ഈസ് ഈക്വൽ ടു എന്തോ കിട്ടും? F0 ഇൻറ്റു 1 പ്ലസ് AB എന്നുണ്ട്. F0 എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഫ്രീക്വൻസി ആണ്. അപ്പോൾ FF ഈസ് ഈക്വൽ ടു F0 ഇൻറ്റു 1 പ്ലസ് AB ബാൻഡ് വിഡ്ത്ത് വിത്ത് ഫീഡ്ബാക്ക്. അപ്പം ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷനിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണ്. അതിൻ്റെ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൻ്റെ ഗെയിനിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു, ഇൻപുട്ട് റെസിസ്റ്റൻസ് പഠിച്ചു, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പഠിച്ചു, പിന്നെ ബാൻഡ് വിഡ്ത്ത് FF പഠിച്ചു. ഈ 3 കാര്യങ്ങളും ഇക്വേഷൻസ് പഠിച്ചു വെച്ചൊക്കെ പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. നെക്സ്റ്റ് ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷനിലെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ഓർ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. പടം നോക്കിയ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. അപ്പോൾ എന്താണ്? ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലായിരിക്കും, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തേക്കായിരിക്കും. ഫീഡ്ബാക്ക് വരുന്നത് ഔട്ട്പുട്ട് ചെയ്യുന്ന ഫീഡ്ബാക്ക് ചെയ്ത് എങ്ങോട്ട് വരുന്നു? ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് വന്നേക്കും. പടം നോക്കിയേ. ദ ഫിഗർ ഷോസ് ദി വോൾട്ടേജ് ആൻഡ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ യൂസിങ് ഓപ്പ് ആംപ്. ഇറ്റ്സ് നോൺ ഇൻവേർട്ടിംഗ് ഓർ പ്ലസ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ് whereas the external input Vin is applied to the inverting terminal and the through resistance R1. A feedback resistor RF is connected from output to the input through feedback resistance RF to the non-inverting terminal അല്ലേ. പടം നോക്കിയപ്പം
നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തേക്കുന്നു, ഇൻവേർട്ടിംഗ് ടെർമിനലോട്ട് ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്തു ഇൻപുട്ടിംഗ് ടെർമിനലോട്ട് കൊടുത്തേക്കണം അല്ലേ. അതിൻ്റെ ഗെയിൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Due to 0 VD, that is no current actually flows from inverting input terminal to non-inverting input terminal. That is input bias current IB is 0. Therefore നമുക്ക് I input എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് IN is equal to IF plus IB ആണ്. IB 0 ആയതുകൊണ്ട് IN is equal to എന്താണ്? IF എന്ന് പറയാം. ഇൻപുട്ട് കറണ്ട് IN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ദറ്റ് ഇസ് VIN മൈനസ് V2 ബൈ R1 ദാറ്റ് ഈസ് ഈക്വൽ ടു IF എന്ന് പറഞ്ഞാലോ ഫീഡ്ബാക്ക് സർക്യൂട്ടിലെ കറണ്ട് ആണ്. V2 മൈനസ് Vout ബൈ RF ആണ്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? VIN ഇൻറ്റു മൈനസ് ഓഫ് മൈനസ് Vout ബൈ A ബൈ R1 ഈസ് ഈക്വൽ ടു മൈനസ് Vout ബൈ A മൈനസ് Vout ബൈ RF എന്ന് കിട്ടും. സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറഞ്ഞാൽ A ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷനിലെ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ AF ഈസ് ഈക്വൽ ടു Vout ബൈ VIN ഈസ് ഈക്വൽ എന്ത് കിട്ടും? AF ഈസ് ഈക്വൽ ടു ARF ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF പ്ലസ് AR1 മൈനസ് ഓഫ് ARF ആണ്. മൈനസ് ഓഫ് ARF ഡിവൈഡ് ബൈ R1 പ്ലസ് RF പ്ലസ് AR1 എന്ന് കിട്ടും. നെഗറ്റീവ് സൈൻ എന്തിനാണ്? നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് വെച്ചാൽ ഔട്ട് ഓഫ് ഫേസ് ആണ്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് കാണിക്കാൻ വേണ്ടി. കാരണം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ എന്ന്. അപ്പോൾ AF ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ARF ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF പ്ലസ് AR1 എന്ന് കിട്ടി അല്ലേ. Since the open loop gain A is very large, that is in the order of 10 raised to 5, AR1 is very much greater than R1 plus RF. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ അതേപോലെ നമ്മൾ R1 plus RF നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും. ദറ്റ് ഈസ് AF ഈസ് ഈക്വൽ ടു ARF ഡിവൈഡ് ബൈ AR1 ദറ്റ് ഈസ് AF ഈസ് ഈക്വൽ ടു മൈനസ് RF ബൈ R1 എന്ന് കിട്ടും അല്ലേ. therefore the gain എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ്റെ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ AF ഈസ് ഈക്വൽ ടു മൈനസ് RF ബൈ R1 ആണ്. ഓക്കെ, നെക്സ്റ്റ് പഴയതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക്. ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? R1 ആണ്. ദറ്റ് ഈസ് RIN F ഈസ് ഈക്വൽ ടു R1 എന്ന് പറയാം. നെക്സ്റ്റ് അതേപോലെ തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസോ ROUT F ഈസ് ഈക്വൽ ടു ROUT ഡിവൈഡഡ് ബൈ 1 പ്ലസ് AB ആണ്. സിമിലർലി പഴയതുപോലെ തന്നെ ROUT F ഈസ് ഈക്വൽ ROUT ഡിവൈഡഡ് ബൈ 1 പ്ലസ് AB. നെക്സ്റ്റ് അതേപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് വിത്ത് ഷണ്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും? FF ഈസ് ഈക്വൽ F0 ഇൻറ്റു നമുക്ക് ഇക്വേഷൻ FF ഈസ് ഈക്വൽ F0 ഇൻറ്റു 1 പ്ലസ് AB ആണ്. ഇവിടെ F0 എന്ന് പറഞ്ഞാൽ F0 ഈസ് ഈക്വൽ ടു യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ദറ്റ് ഈസ് F0 ഈസ് ഈക്വൽ ടു UGB ബൈ A ആണ്. നമുക്ക് ഇക്വേഷനിൽ F0 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് FF ഈസ് ഈക്വൽ ടു F0 ഇൻറ്റു 1 പ്ലസ് AB എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. അതല്ല നമുക്ക് യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തുനിന്ന് F0 കണ്ടുപിടിക്കും. F0 ഈസ് ഈക്വൽ ടു യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ A ആണ്. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് F0 കിട്ടും. അതെടുത്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? FF കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓപ്പ് ആംപ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന രണ്ട് സിഗ്നൽ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന സിഗ്നലാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ പടവും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗെയിൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഇനി നമ്മൾ പോകുന്നത്. നമുക്ക് എന്താണ്? സംടൈംസ് ഇറ്റ് ഈസ് നെസസറി ടു ആംപ്ലിഫൈ ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് സിഗ്നൽസ് നൈദർ ഓഫ് വിച്ച് ഈസ് ഗ്രൗണ്ടഡ്. ഇൻ ദിസ് കേസ് ദ ആംപ്ലിഫയർ ഈസ് കോൾഡ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സിൻസ് ദ സർക്യൂട്ട് ഹാസ് ടു ഇൻപുട്സ് ദറ്റ് ഈസ് VIN1 ആൻഡ് VIN2, the superposition theorem should be used to solve this circuit അല്ലേ. ഇവിടെ നമുക്ക് when VIN1 is 0 നമ്മൾ ഇൻഡിവിജ്വലി ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യും. VIN1 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? the circuit becomes an inverting amplifier and therefore the Vout2 is equal to minus RF by R1 into VIN2 എന്ന് കിട്ടും അല്ലേ. സിമിലർലി ഇനി അടുത്ത് VIN2 0 ആണെങ്കിൽ now assuming VIN2 is equal to 0 അങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് എന്ത് ചെയ്യും? ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. the circuit becomes a non inverting amplifier having voltage divider network and therefore നമുക്ക് എന്ത് കിട്ടും? V1 ഈസ് ഈക്വൽ ടു R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3 ഇൻറ്റു VIN1 കിട്ടും. അങ്ങനെയാണെങ്കിൽ Vout1 ഈസ് ഈക്വൽ എന്ത് കിട്ടും? Vout1 ഈസ് ഈക്വൽ 1 പ്ലസ് RF ബൈ R1 ഇൻറ്റു V1 ആണ് അല്ലേ. നമുക്ക് ഇക്വേഷൻ അറിയാം. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അറിയാം. 1 പ്ലസ് RF ബൈ R1 ഇൻറ്റു V1 ആണ്. അപ്പോൾ ഇവിടെ V1 വരെ നമ്മൾ ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? Vout1 ഈസ് ഈക്വൽ 1 പ്ലസ് RF ബൈ R1 ഇൻറ്റു R3 ഡിവൈഡ് ബൈ R2 പ്ലസ് R3 ഇൻറ്റു VIN1 കിട്ടി. ഇഫ് ഈ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എല്ലാം സെയിം ആണെങ്കിൽ ഇഫ് R1 ഈസ് ഈക്വൽ ടു R2 ആൻഡ് RF ഈസ് ഈക്വൽ ടു R3 നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? Vout1 ഈസ് ഈക്വൽ ടു RF ബൈ R1 ഇൻറ്റു VIN1 എന്ന് കിട്ടും. അപ്പോൾ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും കൂടെ
സം ആണ് അല്ലെ. വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഔട്ട് 1 പ്ലസ് വി ഔട്ട് 2 ആണ്. വി ഔട്ട് 2 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു, വി ഔട്ട് 1 കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് എന്തോ കിട്ടും? വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ വൺ ഇൻറ്റു വി ഇൻ ടു മൈനസ് വി ഇൻ 1 എന്ന് കിട്ടും. ദെയർഫോർ ഡിഫറൻഷ്യൽ വോൾട്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ വി ഔട്ട് ബൈ വി ഇൻ, ദാറ്റ് ഈസ് വി ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. വി ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്ന നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനും ഇൻവേർട്ടിംഗ് ടെർമിനലിനും വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് വി ഔട്ട് ഡിവൈഡ് ബൈ വി ഇൻ ടു മൈനസ് വി ഇൻ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ വോൾട്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ മൈനസ് ആർ എഫ് ബൈ ആർ വൺ എന്ന് കിട്ടും അല്ല. അപ്പം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഓപ്പ് ആമ്പ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ 3 മോഡ്സ്. ഫസ്റ്റ് വൺ സിംഗിൾ എൻഡഡ് മോഡ്, ഡിഫറൻഷ്യൽ മോഡ്, കോമൺ മോഡ്. സിംഗിൾ എൻഡഡ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഏതെങ്കിലും ഒരു ടെർമിനലിനെ ഗ്രൗണ്ട് ചെയ്യും അല്ലേ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇൻ സിംഗിൾ എൻഡഡ് മോഡ് വെൻ ദ ഇൻപുട്ട് സിഗ്നൽ is applied to only one of the two terminals, either of the two terminal is grounded. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടോ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ടോ വർക്ക് ചെയ്യും. അതാണ് സിംഗിൾ എൻഡഡ് മോഡ്. രണ്ടാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫറൻഷ്യൽ മോഡ്. ഡിഫറൻഷ്യൽ മോഡ് എന്താണ്? ഇൻ ദിസ് മോഡ് ദ ഓപ്പറേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടു ഇൻപുട്ട് സിഗ്നൽ മേ ബി സെയിം ഓർ ഡിഫറൻറ്റ് ബട്ട് ദെയർ പൊളാരിറ്റി ഈസ് ഓപ്പോസിറ്റ് അറ്റ് എവറി ഇൻസ്റ്റന്റ് ഓഫ് ടൈം അല്ലേ. എന്താ ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും സിഗ്നൽ ഉണ്ടാവും. അത് ഒന്നെങ്കിൽ സെയിം വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറൻസ് വാല്യൂ ആയിരിക്കും, പക്ഷേ അതിൻ്റെ പൊളാരിറ്റി എല്ലാ സമയത്തും വ്യത്യാസമായിരിക്കും. അതാണ് ഡിഫറൻഷ്യൽ മോഡ്. മൂന്നാമത്തെയോ കോമൺ മോഡ്. എന്താണ്? ഇൻ ദിസ് മോഡ് എന്താ? ദ ടു ഇൻപുട്ട് സിഗ്നൽസ് ആർ ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് സെയിം ഫേസ്. അതായത് രണ്ട് ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും കൊടുക്കുന്ന സിഗ്നലും ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഫേസും ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ 3 മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. സിംഗിൾ എൻഡഡ് മോഡ്, ഡിഫറൻഷ്യൽ മോഡ്, കോമൺ മോഡ്. സിംഗിൾ എൻഡഡ് മോഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറോ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറോ ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയാണ്. ഡിഫറൻഷ്യൽ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടാണ് അല്ലേ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ 2 ഇൻപുട്ട്സ് ഉണ്ടാവും, രണ്ടും ഒരേ വാല്യൂ ആയിരിക്കത്തില്ല, രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് സെയിമോ ഡിഫറൻസ് ആവാം, പക്ഷേ എപ്പോഴും അതിൻ്റെ ഫേസ് ഓപ്പോസിറ്റ് ആയിരിക്കും. മൂന്നാമത്തെ കോമൺ മോഡ് എന്ന് വെച്ചാൽ 2 സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസും സെയിം ആയിരിക്കും. അപ്പോൾ അത് കാരണമായിട്ട് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഓപ്പാമ്പിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് പറഞ്ഞു, പിന്നെ ഓപ്പാമ്പിൻ്റെ കോൺഫിഗറേഷൻസ് പറഞ്ഞു, കോൺഫിഗറേഷൻസ് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ പറഞ്ഞു, ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻസ് ഗെയിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞു. ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചേക്കും. ഇത് വെച്ച് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ.